ഇടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. സ്പിരിറ്റ് ടു സ്പിരിറ്റ് കമ്മ്യൂണിക്കേഷനിലേക്ക്, ആത്മാവാകുന്ന ദൈവവുമായിട്ടുള്ള ഒരു ആത്മീയ കമ്മ്യൂണിക്കേഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ആ ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷൻ, ശരിക്കും 1 Corinthians chapter 2 ആ ഒരു ഫ്യൂഷനെ കുറിച്ച് ശരിക്കും പറയുന്നുണ്ട്. വേഴ്സ് 10 നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, അല്ലാതെ ഇപ്പോഴും തോന്നിയിട്ടില്ലെന്നല്ല, തോന്നത്തില്ലെന്നും അല്ല. നമ്മൾ ഈ വാക്യം വായിക്കുമ്പോഴത്തേക്ക് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നത്തുമില്ല, ഇനി മേലോട്ട് അറിയാൻ പറ്റത്തുമില്ല എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതായത് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, നമുക്കറിയാം. പക്ഷെ അത് വെളിപ്പാടാണ്, അത് അറിവല്ല. എന്താണ്? വെളിപ്പാടാണ്. അറിവെന്ന് പറയുന്നത് നോളജ് അല്ല, ഇന്റലിജൻസ് അല്ല, ഇൻറ്റ്യൂട്ടീവായിട്ട് ദൈവത്തിന്റെ, അവിടെ ആ ഇൻറ്റ്യൂഷന്റെ കാര്യം അവിടെ ഞാൻ കൊണ്ട് താഴെ പറയുന്നത്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. നമ്മൾ അറിഞ്ഞത് ബുദ്ധിയിലല്ല. എങ്ങനെയാണ് അറിഞ്ഞത്? ദൈവം തന്റെ ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്ത്? എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നുള്ളത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ദൈവഹിതത്തെ മാറ്റാൻ വേണ്ടിയല്ല പ്രാർത്ഥന, ദൈവഹിതത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ശ്രദ്ധിച്ചല്ലോ കാര്യം. ദൈവഹിതത്തെ മാറ്റാനല്ല പ്രാർത്ഥന. എന്തിനാണ്? ദൈവഹിതത്തെ തിരിച്ചറിയാനാണ്. അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? ആത്മാവിലാണ് തിരിച്ചറിയുന്നത്. ആത്മാവിൽ. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എന്റെ ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ദ സ്പിരിറ്റ് സെർച്ചസ് എവറിഥിങ്, ഈവൻ ദി ഇന്നർമോസ്റ്റ് ഡെപ്ത്സ് ഓഫ് ഗാഡ്. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും എന്ത് ചെയ്യുന്നു? ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? എന്റെ ഹൃദയത്തിനുള്ളിലുള്ളത് എന്താണെന്നറിയാൻ ലോകത്തിലൊരു മനുഷ്യനും കഴിയത്തില്ല. മനുഷ്യനിലുള്ളത് മനുഷ്യാത്മാവല്ലാതെ ആരും അറിയുന്നില്ല. അടുത്തത്, ദൈവത്തിലുള്ളത് ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ദൈവത്തിന്റെ ഹൃദയത്തിനുള്ളിലുള്ളത് ആരെ അറിഞ്ഞിട്ടുള്ളൂ? ദൈവമേ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷെ അവിടെ കൊണ്ട് കാര്യം അവസാനിക്കുന്നില്ല. ഇവിടെ കൊണ്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, അതെ, എന്റെ മനസ്സിലുള്ളത് എനിക്ക് അറിയത്തുള്ളൂ, ദൈവത്തിന്റെ മനസ്സിലുള്ളത് ആർക്കറിയാം? അതുപോലെ നമുക്കറിയാൻ പറ്റുമോ? അങ്ങനല്ല അവിടെ എഴുതിയിരിക്കുന്നത്. താഴെ എന്താണെന്ന് എഴുതിയിരിക്കുന്നത് അറിയാമോ? നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അതായത് ദൈവം നമുക്ക് പകർന്നു തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഒരു തുണ്ടാണെന്നാണ് പറയുന്നത്. ഒരു തുണ്ട് ദൈവം ഇങ്ങോട്ട് മുറിച്ചു തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു തുണ്ടിനെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? നമ്മിലേക്ക് മുറിച്ചു തന്നിരിക്കുകയാണ്. അത് ഇവിടെ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ബ്ലൂടൂത്ത് കണക്ഷൻ പോലെ കിടക്കുകയാണ്. ദൈവത്തിന്റെ ആഴത്തിലുള്ളതും നമ്മളുടെ ഹൃദയത്തിലിരിക്കുന്നതും തമ്മിൽ എന്തുണ്ട്? ഒരു ലിങ്ക് ഉണ്ട്. ബ്ലൂടൂത്ത് തമ്മിൽ നമുക്കറിയാമല്ലോ. ബ്ലൂടൂത്തിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, ഇല്ലേ? ബ്ലൂടൂത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്റെ ഫോണിലിരിക്കുന്ന ഒരു പാട്ട് ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് ഒരേ വേവ് ലെങ്തിലാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഐ ക്യാൻ ട്രാൻസ്ഫർ ദ ഡാറ്റ. ഇതുപോലെ തന്നെ ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ആത്മാവ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ആത്മാവാണ്? ദൈവത്തിന്റെ ആത്മാവിന്റെ തുണ്ടാണ്. സോ ദർ ഇസ് എ ലിങ്ക്. ഈ ബ്ലൂടൂത്ത് ലിങ്ക് പോലെ ഈ ലിങ്ക് ഉള്ളത് കൊണ്ട് അവിടെ പറയുന്നത്, ദൈവം നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത്, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കണ്ടോ? അറിവിനായി, അറിയേണ്ടതിന്, മറച്ചു വെക്കാൻ വേണ്ടിയല്ല. ലോകത്തിലെ റിലീജിയൻ എല്ലാം പറയുന്നത് എല്ലാം മറച്ചു വെച്ചിരിക്കുകയാണെന്നാണ്, ഗൂഢമായത്, അതായത് ആരും അറിയാതിരിക്കാൻ. പക്ഷേ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകിയത് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് അറിയാതിരിക്കാനല്ല, അറിയാൻ വേണ്ടിയാണ്. അറിവിനായി ദൈവം നമുക്ക് നൽകിയത്, അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്.
അത് ഞങ്ങൾ മാനുഷജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീകർക്ക് ആത്മീകമായത് തെളിയിക്കുന്നു. സോ ഓൺലി സ്പിരിച്വൽ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻസൈഡ് ദ മൈൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ആത്മീകർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആത്മീകർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായിട്ട് സംസാരിക്കുന്നവർക്ക് എന്നുള്ള അർത്ഥത്തിലല്ല. ആരാണ് ഇവിടെ ആത്മീകർ എന്ന് പറയുന്നത്? ദൈവത്തിന്റെ ആത്മാവിന്റെ തുണ്ട് ആരുടെ ഉള്ളിലുണ്ടോ അവന് മാത്രമേ ആത്മീകമായത് വെളിപ്പെടുത്തി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ആത്മാവിന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചാലേ പറ്റുള്ളൂ. വി ആർ എൻറ്ററിങ് ഇൻ ടു ദ സ്പിരിറ്റ് റെൽം ആൻഡ് വി നോ വാട്ട് ഇസ് ഇൻസൈഡ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ അറിയുകയാണ്. ഐ യൂസ് ടു സേ ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഫ്യൂഷൻ ഉണ്ടാകും. ഇറ്റ്സ് എ ഫ്യൂഷൻ ബിറ്റ്വീൻ മൈ സ്പിരിറ്റ് ആൻഡ് ഗോഡ് സ്പിരിറ്റ്. എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിലുള്ള ഒരു ഫ്യൂഷനാണ്. നമ്മൾ ബൾബ് കത്തുന്നത് എപ്പോഴാണ്? ബൾബ് കത്തുന്നത് ന്യൂട്രലും എന്താണ് പോസിറ്റീവും ഫ്യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലേ? am I right? നമ്മൾ ബൾബ് കത്തുന്നത് എപ്പോഴാണ്? അത് ഒരുമിച്ച് ചേരുമ്പോഴല്ലേ. നമ്മളിപ്പം സ്വിച്ചിനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക്, ഇവിടെ ആരും ഇലക്ട്രിക്കൽ പരിപാടികൾക്ക് അറിയാവുന്ന ആരുമില്ലേ? ശരിയല്ലേ? ഫേസ് ഇൻ ന്യൂട്രൽ. അതാ പറ്റി എന്റെ പ്രോബ്ലം. ഞാൻ ഫേസ് എന്നല്ല പറഞ്ഞല്ലേ. ഓക്കെ. എനിവേ, ഫേസ് ഇൻ ന്യൂട്രൽ തമ്മിൽ ടച്ചാവുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? വെളിച്ചം ഉണ്ടാകുന്നത്, ഇല്ലേ? എഫെസ്യ ലേഖനം 1-17 വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവ് കൂടെ ഒന്ന് ടച്ചാവുമ്പോൾ എന്തുണ്ടാകുന്നു? ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയാണ്. അങ്ങനെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ആ ഫ്യൂസിങ് അല്ലെങ്കിൽ ആ കൂട്ടിമുട്ടൽ, ഒരു ഇണപ്പ്, ഒരു സംഘടനം അല്ലെങ്കിൽ അത് യോജിപ്പ് നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് ദൈവഹിതം എന്താണെന്നുള്ളത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇനി ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നത്, ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയണം. കാരണം ആത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ദ സ്പിരിറ്റ് ഇന്റർസീഡ്സ്, റോമാലേഖനം 8-ാം 26 വാക്യത്തിൽ. അത് ഇടയ്ക്ക് ഉള്ള ഒരു ഭാഗമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീണ്ടും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് പറയാം. അതുകൊണ്ടും തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അവർ അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഓക്കെ, ഈ പാസേജ് ഒരുമിച്ച് നമ്മൾ വായിച്ചാലേ ഇതിന്റെ ആ അർത്ഥം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതായത് ദൈവത്തിന്റെ ഒരു ആകമാനമായ പദ്ധതി അവിടെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. അപ്പോൾ ആത്യന്തികമായി ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്താണ്? നമ്മളുടെ തേജസ്കരണത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ദൈവം നമ്മളെ വിളിച്ചത് ആത്യന്തികമായി എന്താകാൻ വേണ്ടിയാണ്? നമ്മുടെ ഗ്ലോറിഫിക്കേഷൻ ആണ് ദൈവത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ തേജസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ തേജസ്കരണം എവിടെയാണ് നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ പൂർണ്ണമായി അനുരൂപപ്പെടുമ്പോഴാണ് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്. അപ്പോൾ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുക, ഞാനിത് അതിന് പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ. ദൈവം അവിടെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? പുത്രന്റെ സ്വരൂപത്തോടുള്ള അനുരൂപതയ്ക്കായിട്ടെല്ലാം ഉണ്ടായി വരുന്നതായി പറയുന്നത്. നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? വി നീഡ് ടു സീ ദാറ്റ് വി ആർ കൺഫേമിംഗ് ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്നതിന്. അപ്പോൾ അത് നന്മയ്ക്കായി വരുന്ന ഒരുപക്ഷെ നമ്മുടെ ജോലി പോകുന്നതായിരിക്കും, നമ്മുടെ പൈസ പോകുന്നതായിരിക്കും, നമ്മുടെ ആരോഗ്യം പോകുന്നതായിരിക്കും, ഒരുപക്ഷെ നമുക്ക് ക്യാൻസർ വരുന്നതായിരിക്കും. അപ്പോൾ ദൈവം ആത്യന്തിക നന്മ എന്താണ്? മനുഷ്യനെ, എന്റെ ആത്യന്തിക നന്മ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് ഞാൻ അനുരൂപനാക്കുക. അതിനുവേണ്ടിയാണ് ഐ എം പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫേം ടു ദി ഇമേജ് ഓഫ് ഹിസ് സൺ. അവന്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപനാകാനായിട്ട് അവൻ എന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്റെ നിയമനം തന്നെ അതാണല്ലോ ഒരു മനുഷ്യന്റെ ആത്യന്തികമായി ഒരു മനുഷ്യന് പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഇല്ലേ?
നമ്മളൊരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ്? അതിന്റെ പെയിന്റ് കണ്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ലല്ലോ നമ്മൾ സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കുന്നത്, ആണോ? അല്ല. ഒരു സ്പേസ് ഷട്ടിലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അത് സ്പേസിൽ ചെന്നിട്ട് അതിനൊരു കാര്യം നിർവഹിക്കാനുണ്ട്, ഇല്ലേ? സ്പേസിലോട്ട് എത്ര നല്ല ശബ്ദം ഉണ്ടാക്കിയാലും എത്ര പുക പോയാലും ഒന്നും സ്പേസ് ഷട്ടിൽ ഒരിക്കലും എന്തല്ല, ഒരു വിജയമല്ല. അത് വിജയമാകുന്നത് എപ്പോഴാണ്? എന്തിനു വേണ്ടി അത് നിയമിച്ചോ ആ കാര്യം ചെയ്യുമ്പോഴാണ്. ഒരു സ്പേസ് ഷട്ടിൽ ഉണ്ടാക്കി VSSൽ ഇവിടെ തുമ്പെ കൊണ്ട് വെച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല. അതെല്ലാവരും വന്ന് കണ്ടിട്ടും അർത്ഥമില്ല. അതിന്റെ ഫോട്ടോ എടുത്തിട്ടും അർത്ഥമില്ല. അതിന്റെ ഫോട്ടോ ലോകം മുഴുവൻ പബ്ലിഷ് ചെയ്തിട്ടും അർത്ഥമില്ല. ഇനി മുകളിലോട്ട് പോയിട്ടും അർത്ഥമില്ല, ഇല്ലേ? എവിടെ ചെന്നിരിക്കണം? അതെന്തിനു വേണ്ടി മുൻ നിയമിച്ചുവോ അതാണ് വാസ്തവത്തിൽ പ്രീഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തത്? അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടിയാണ് അവൻ നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തത്. അതിന് യോജിക്കുന്ന എന്ത് ദുരന്തവും നന്മയാണ്. അതിന് യോജിക്കുന്ന എന്ത് ദുരന്തവും നന്മയാണ്. അത് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവഹിത പ്രകാരം ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. ഇനി ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ഈ ആത്മാവ് നമുക്ക് വേണ്ടി ഞരങ്ങുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പക്ഷപാതം ചെയ്യുന്നു എന്ന് പറയുന്നല്ലോ, അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് മറ്റൊന്നുമല്ല, ആത്മാവ് പക്ഷപാതം ചെയ്യുന്നത് എന്നെ ഏതെങ്കിലും നിലയിൽ അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാക്കാൻ വേണ്ടിയാണ് ഈ പക്ഷപാതം ചെയ്യുന്നത്. ആത്മാവിന്റെ ഞരക്കം എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ, നമ്മളൊരു പക്ഷെ അറിയുന്നില്ല. എന്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വരുമ്പോൾ ഞാൻ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല എന്ത്, ഇത് എന്നെ ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തിന് അനുരൂപരാക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്. അപ്പൊ അന്നേരം ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കർത്താവിനോട് ഞാൻ പറയുന്നു, കർത്താവേ എന്തോ ഇപ്പൊ സംഭവിക്കുന്നത്, എനിക്കൊന്നും അറിയത്തില്ല. ഒരു പക്ഷെ അന്നേരം നമ്മൾ വെറുതെ കരയായിരിക്കും. വി ഡു നോട്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്, വി ആർ ജസ്റ്റ് ക്രൈങ്, വി ആർ ജസ്റ്റ് സ്പീക്കിംഗ് ഇൻ ടങ്സ്, വി ഡു നോട്ട് നോ വാട്ട് വി ആർ ഡൂയിങ്. അവിടെ ബുദ്ധി കയറി വരുന്നില്ല. കാര്യം ബുദ്ധിയിൽ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, ഇതൊരു നന്മയാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോഴും ആത്മാവിൽ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയുന്നെങ്കിൽ അത് എങ്ങനെയാണ്? എന്റെ ബലഹീനതയിൽ ആത്മാവ് എന്ത് ചെയ്യുകയാണ്? കൂട്ടുനിൽക്കുകയാണ്. അപ്പൊ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മൈഗ്രെയിൻ എടുത്ത് ഭയങ്കര തലവേദനയായിട്ട് തല വെട്ടിപ്പൊളിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഐ സ്പീക്ക് ഇൻ ടങ്സ്. യു നോ വാട്ട് ഐ ആം സെയിങ്? ലോർഡ്, ഐ റിയലി താങ്ക് യു ലോർഡ്. I really thank you because you have given me this migraine. I thank you, Lord, because this helped me to become like you, oh Lord. I just want to see that I am confirmed to the image of your son. I really thank you, Lord. ഇതൊക്കെ ഞാൻ എവിടെ പറയുന്നത്? അന്യഭാഷയിലാണ് പറയുന്നത്. പക്ഷെ നമ്മൾ പുറമേ പറയുന്നതന്നെ, എന്റെ ദൈവമേ, തലവേദന, വേറെ എന്തോ എനിക്ക് തന്നാലും വേണ്ട, എനിക്ക് തലവേദന തരല്ലേ കർത്താവേ. ഇതാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? പുറമേ പറയുന്നത്. കൊടിഞ്ഞി അല്ലേ? കൊടിഞ്ഞി. അപ്പം പുറമേ പറയുന്നത് എന്താണ്? ഇതൊക്കെ മാറ്റിത്തരണേ, ഇതാണ്. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഞാനിത് മാറ്റിത്തരണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാർത്ഥത ഉള്ളവനാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഐ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ടങ്സ്. അപ്പൊ എന്താ പറയുന്നത്? കർത്താവേ, എന്റെ തലവേദന മാറല്ലേ കർത്താവേ, എന്റെ കുടിഞ്ഞി മാറല്ലേ കർത്താവേ, ഇത് മാറിയാൽ ഞാൻ അഹങ്കാരിയായി പോകും കർത്താവേ, അതുകൊണ്ട് കർത്താവേ ഇതിവിടെ തന്നെ ഇരിക്കട്ടെ, എന്റെ എല്ലാ കയ്പും മാറ്റണേ കർത്താവേ. അത് ഞാൻ പ്രാർത്ഥിക്കുന്നത് എവിടെയാ? ആത്മാവിൽ, അന്യഭാഷയില. അപ്പൊ ആത്മാവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബലഹീനത. എന്താണ് ബലഹീനത? എനിക്ക് എന്താണ് നന്മയെന്നറിയാൻ എനിക്ക് കഴിയാതിരിക്കുന്ന എന്റെ ബലഹീനത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പാസേജ് മൊത്തമായിട്ട് വായിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൃത്യതയോടെ മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞതിന്റെ കാര്യം അതാണ്. യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ ബുദ്ധിയിൽ പറയുന്ന കാര്യങ്ങളായിരിക്കത്തില്ല അതേ നിമിഷത്തിൽ തന്നെ നമ്മൾ ചിലപ്പം അന്യഭാഷകളിൽ പറയുമ്പോൾ പറയുന്നത് നേരെ വിപരീതമായിരിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്റെ ബലഹീനതയ്ക്ക് ആത്മാവ് തുണനിന്ന് ഞരങ്ങിക്കൊണ്ട് എന്താ പറയുന്നത്? വല്ലവിധേനയും ഞാൻ എന്ത് ചെയ്യണം? തേജസ്കരണത്തിന്റെ ലെവലിലേക്ക്, അതായത് അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപനാകാനായിട്ട് എന്നെ സഹായിക്കേണ്ടതിന് ആത്മാവ് എന്റെ ബലഹീനതയിൽ തുണ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ ഈ എന്താണ് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന്റെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന്റെ പ്രത്യേകത. അപ്പോൾ ബുദ്ധിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് അറിയത്തില്ല, നമുക്കറിയാൻ വയ്യാത്തത് കൊണ്ട് ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം, അതതിനകത്തെ പ്രത്യേകത, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഇതൊരു ഫാക്റ്റാ.
we do not know for what we should pray for. അല്ലേ? Most of the time we are praying with our intelligence, and our intelligence says this is needed for you. And that must be the biggest folly if we see it in a spiritual manner. ആത്മാവിൽ കാര്യങ്ങളെ കാണുമ്പോൾ, അതുകൊണ്ടാണ് ആത്മീകർക്ക് ആത്മീകമായത് തെളിവാകുന്നത്, അല്ലാത്തവർക്കൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് മൈഗ്രെയിൻ തരണേ, എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ബുദ്ധി നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ചിലപ്പം കർത്താവ് എനിക്ക് ക്യാൻസർ തരണേ എന്നൊക്കെ ആയിരിക്കും, ആർക്കറിയാം. അതുകൊണ്ട് ആരും ഇനി അന്യഭാഷ പറയുന്നത് നിർത്തുമെന്ന് വേണ്ട. കാര്യം വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പ്രാർത്ഥിക്കണമെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇതാണ് ആത്മാവ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തുണ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ.